നാട്ടിൽ നിന്ന് ശർക്കര കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്യാണ്ട് ഞാനവിടെ വെച്ചേക്കായിരുന്നു. അപ്പം പെട്ടെന്നൊരാഗ്രഹം കൊഴുക്കട്ട ഉണ്ടാക്കിയാലോന്ന്. അങ്ങനെ നേരെ ലുലു പോയിട്ട് പൊടി മേടിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞേരട്ടെ. ബാ. 3 പീസ് ശർക്കര എടുത്ത് പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഉരുകാൻ വെച്ച് ആ നേരം കൊണ്ട് നമുക്ക് പൊടി എടുക്കാം. പൊടിയിൽ കുറച്ച് ഉപ്പിടാം. ഇനി തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് കൈകൊണ്ട് ഇളക്കാം. നല്ല ചൂടുണ്ടാവും. ചൂടാറിയതിന് ശേഷം മാത്രം കൈ കൊണ്ട് ഇളക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോകും. ഇനി അത് കുഴച്ച് നല്ലപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ച് ഉണ്ടയാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചോ. പാനിൽ നമ്മുടെ ശർക്കര പാനി ഒഴിക്കുക. തേങ്ങ വിളയിക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ അത് തിളച്ച് കഴിയുമ്പോൾ ഇട്ടുകൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി സെറ്റാക്കുക. എങ്ങാനും പാനി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേങ്ങ ഇട്ടോ കേട്ടോ. പിന്നെ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടി കുറച്ച് ജീരകം ഇട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്കപ്പൊടി ഇട്ടോ. ശർക്കര നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി അപ്പം പരത്താം. കുറച്ച് മാവ് എടുക്കുക. ഇത്തിരീശം മാവ് എടുത്തിട്ട് സോഫ്റ്റായിട്ട് ഉരുട്ടിയിട്ട് പരത്തി കൊടുക്കാം. പതുക്കെ പരത്തി കൊടുക്കണം കേട്ടോ. അധികം ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈ മുട്ടിപ്പിടിച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ഒന്ന് സൂക്ഷിച്ച് ചെയ്താൽ സിമ്പിളായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഒരുവിധം കട്ടി കുറഞ്ഞ് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിളയിച്ച ശർക്കരയും തേങ്ങ ഇട്ട് കൊടുക്കുക, ഉരുട്ടുക. പിന്നെ ഇത് ആദ്യം ഇങ്ങനെ പരത്തി അടച്ച് വെക്കുമ്പോൾ ഒരു വൃത്തിയിട്ട ഷേപ്പ് ഉണ്ടാവും. പക്ഷേ കുഴപ്പമൊന്നുമില്ല. അത് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇട്ട് കാണിട്ടത് അതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. പിന്നെ എവിടെയാണോ അടച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ സെറ്റായിക്കോളും. അത് കഴിഞ്ഞ് ഓരോന്ന് ഇതുപോലെ പറക്കി വയ്ക്കുക. മാക്സിമം ഒറ്റ ട്രിപ്പിലെല്ലാം കൂടി അടക്കി വയ്ക്കാമെന്ന് നോക്കാം. അത് കഴിഞ്ഞെങ്കിൽ അടച്ച് വെച്ചിട്ട് കത്തിക്കുക. ഒരു 45 മിനിറ്റ് വെന്തോട്ടെ. പിന്നെ ഇത് വെന്തോന്നറിയാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഒരു കത്തി എടുത്തിട്ട് ഉണ്ടേമ, അതായത് ഇതുപോലെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കത്തി ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടില്ല, ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ചൂട്ടോടെ കഴിച്ചു വെക്കാം. അടിപൊളി. പക്ഷേ ഈ പുറത്തുള്ളതൊരു ഇത്തിരി ഹാർഡായോ എന്നൊരു സംശയം. ടേസ്റ്റ് ഉണ്ടെന്നാലും വേഗം കേട്ടോ. ഓക്കെ.